മിഷൻ 2026 കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതാണ്ട് അതിന്റെയൊക്കെ ഒരു കൃത്യമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരുടെ നേതൃത്വത്തിലാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കാണാൻ പോകുന്നത്, മുന്നോട്ട് നയിക്കാൻ പോകുന്നതും. അതിലൊരു കൂട്ടം ആളുകളുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ എംപിയുടെ പേര് കേൾക്കുന്നുണ്ട്, ശശി തരൂർ എംപിയുടെ പേര് കേൾക്കുന്നുണ്ട്, ബെന്നി ബെഹനാൻ എംപിയുടെ പേര് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ഈ ഒരു പാർലമെന്ററി തലത്തിൽ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അദ്ദേഹം ഇതിന്റെ ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട്, എംപിമാരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ വിജയം ഉറപ്പിക്കുക, CPM-നെ അടപടലം പൂട്ടിവെക്കുക, അതാണ് കേരളത്തിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഒരു കൃത്യമായ പ്ലാനിങ്ങോ അല്ലെങ്കിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം കൂടി ഇനി കോൺഗ്രസിൽ ഉണ്ടായാൽ, ഈ നിലയിലാണെങ്കിൽ പോകുന്നത് ഈ നിലയിൽ തന്നെയാണെങ്കിൽ തീർച്ചയായും 100-110 അല്ല, അതിന് മുകളിൽ സീറ്റുകൾ പിടിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലിനെയും നമുക്കറിയാം, ഇവരുടെ ഒരു പാഠവും ജനങ്ങൾക്കിടയിലുള്ള അവരോടുള്ള ഒരു പ്രീതി എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എംപിയുടെ, പക്ഷേ ബെന്നി ബെഹനാൻ എംപിയെ കുറിച്ച് ഈ അടുത്ത നാളുകളിലൊന്നും തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സജീവമായ ചർച്ചകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ബെന്നി ബെഹനാനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്? അല്ല, ബെന്നി ബെഹനാനും ശശി തരൂരും ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ശശി തരൂർ. പക്ഷെ ശശി തരൂരിന്റെ കാര്യം തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ സജീവമാകുമെന്നുള്ളത്, അല്ലെങ്കിൽ പലപ്പോഴും അതിനുള്ള സൂചനകൾ നേരത്തെ തന്നെ തന്നിരുന്നു. പക്ഷെ ബെന്നി ബെഹനാൻ എംപി മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണം. ശശി തരൂരിനെ അവർ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിലപിച്ച ആളാണ്. അതെ, തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് അദ്ദേഹം കഴിവുള്ള ആളാണ്, മെരിറ്റുള്ള ആളാണ്. തീർച്ചയായിട്ടും. പക്ഷേ ശശി തരൂരിന്റെ ഒരു പരാതിയിലൊന്നും നമുക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഇതിനു മുൻപ് പലപ്പോഴും ഇതുപോലെ പരിഗണിച്ചില്ല, മാറ്റി നിർത്തി, രണ്ടാമത് സംസാരിച്ചു, ഈ പറഞ്ഞ കാറിൽ കയറ്റി കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ ഒരുപാട് ബാലിശമല്ല. കാര്യം വെച്ചാൽ പെട്ടിപിടിക്കൽ രാഷ്ട്രീയമല്ല ശശി തരൂരിനുള്ളത്. പെട്ടിപിടിച്ച് നേതാവായ ആളല്ല. തരൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്പം ഞാൻ തരൂരിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. തിരുവനന്തപുരം നിവാസിയാണ്. തരൂര് മത്സരിക്കുന്ന അവസരത്തിൽ 2006 മറ്റോ ആണ് തരൂർ അവിടെ മത്സരിക്കുന്നത്. 2005 മറ്റോ ആണ് അദ്ദേഹം മത്സരിക്കുന്നത്. എൻ്റെ തീയതി ഞാൻ ആ വർഷം പറഞ്ഞതില്ലെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹത്തിന് ആദ്യം തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ നിർത്തിയത്, ലോക്സഭയിലേക്ക് നിർത്തി. അദ്ദേഹം 5 തവണ ജയിച്ചു കഴിഞ്ഞ ആളാണ്. 5ാമത്തെ തവണ അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു കൾച്ചറുണ്ട്. തിരുവനന്തപുരത്തിന് ഈ പറയുന്ന പോലെ ഈ പുറമേ കാണുന്ന ഒരു ഇതിലങ്ങ് കയറി പെട്ടെന്ന് വീഴും. കാര്യം കുറേ IAS ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കുറേ സർക്കാർ ഉദ്യോഗസ്ഥരും കുറേ പ്രകടനപരതയുടെയും, തിരുവനന്തപുരത്തുകാരനായി ഇരുന്നുകൊണ്ട് തന്നെ ഞാനത് പറയും, പ്രകടനപരതയുടെയും കുറേ ആൾക്കാർ തിരുവനന്തപുരം നിവാസികളായിട്ടുണ്ട്. അത് അവരെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ആഗോള എന്ന് വെച്ചാൽ ഈ ലോകം മൊത്തം അറിയുന്ന ഒരു വ്യക്തി, അങ്ങനെ തരൂരിനെ കൊണ്ട് അവിടെ നിർത്തുകയാണ്. ആരാണ് ഈ തരൂർ? ഞാനന്ന് സൂര്യ TV-യിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ ആരാണ് തരൂർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ, തരൂർ ആരാണെന്നുള്ളത്. പക്ഷെ പിന്നീട് ആകാംക്ഷ മാറിക്കഴിയുമ്പോൾ തരൂർ അങ്ങ് വലിയ ഫിഗർ ആവുകയാണ്. അതാണ് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ, IPS-കാർ, IAS-കാർ, വലിയ വലിയ നേതാക്കൾ, പിന്നെ അന്യ സ്ഥലങ്ങളിലെ വലിയ വലിയ മുതലാളിമാർ, തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങി താമസിക്കുന്നവർ, അങ്ങനെ പുറമേ ഭയങ്കര പ്രൗഢി കാണിക്കുന്ന ഒരാൾക്കാർ. പ്രൗഢി ഉണ്ട്, പക്ഷെ പുറമേയും കാണിക്കുക പ്രൗഢി. അങ്ങനെ തരൂർ വന്ന് ആ തരൂർ ഇന്ന് 5ാമത്തെ തവണ ജയിച്ചിരിക്കുക. അപ്പൊ തരൂർ കഴിവില്ലാത്ത ആളൊന്നുമല്ല, ഒരിക്കലുമല്ല. തരൂർ കഴിവില്ലാത്ത ആളാണെന്ന് ഇവിടെയും പറയുന്നില്ല. UN സെക്രട്ടറി പദവിയിലേക്ക് വരെ എത്താൻ പോയ ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹം MP ആണ്, നമുക്കറിയാം, കേരളത്തിൽ നിന്ന് വിജയിച്ചു കയറിയ MP ആണ്. അതുപോലെ തന്നെ ഒരുപാട് MPമാർ ഒരുപാട് മെറിറ്റ് ഉണ്ട്. ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു കാര്യം കൂടെ ഞാനൊന്ന് തീർത്തോട്ടെ. അതായത് ബെന്നി ബെഹനാന്റെ കാര്യം പറഞ്ഞു. ബെന്നി ബെഹനാൻ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നുള്ള MP ആണ്. അപ്പൊ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് അങ്ങനെ ഇതിലൊരു സമവാക്യം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു രമേശ് ചെന്നിത്തല ഹിന്ദു, ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയുടെ നായർ, 2 ശശി തരൂരും ഒരു നായർ, 3 ഷാഫി പറമ്പിൽ ഒരു ന്യൂനപക്ഷം, മറ്റൊരു ന്യൂനപക്ഷം ബെന്നി ബെഹനാൻ. അപ്പൊ അതെല്ലാം നോക്കിയിട്ടേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു സമവാക്യത്തിന്റെ ഒരു പരിധിയിലാണ് നമ്മൾ ഈ പറയുന്നത്. വ്യക്തമായ പ്ലാനിംഗ് തന്നെയാണ് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമുക്കറിയാം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല, നിങ്ങൾ അതിനുവേണ്ടി അടികൂടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസിനെ വിലക്കിയിരുന്ന ഹൈക്കമാൻഡ് പിന്നീട് പലപ്പോഴായി അവർ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഇതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു മിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ ഒരു UDF തരംഗം, അവർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മിഷൻ 2026 കടന്നു. അവർ ഈ പറയുന്നത് പോലെ തദ്ദേശത്തിൽ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ CPM-നേക്കാൾ കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ വളർച്ചയെ സംസാരിക്കുന്നവരാണ്, കോൺഗ്രസിന്റെ നീക്കങ്ങളെ സംസാരിക്കുന്നവരാണ്, കോൺഗ്രസ് കൃത്യമായ പ്ലാനിങ്ങുകളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ മുൻപിൽ നിർത്തുമ്പോൾ നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ഷാഫി മത്സരിക്കുമോ ഇല്ലേ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഷാഫി മത്സരിച്ചാലും ഷാഫി മുന്നിൽ നിന്ന് നയിച്ചാലും ഒരേ ഇമ്പാക്ട് കൃത്യമായി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
കാരണം യുവാക്കളെ ചേർത്ത് പിടിക്കാൻ ഷാഫിയോളം മറ്റാർക്കും കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഷാഫിയെയും രാഹുലിനെയും ഒക്കെ അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. പക്കത്തെ വീട്ടിൽ പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം സ്നേഹത്തോടു കൂടി ഷാഫിയെ പറയുമ്പോൾ ഷാഫി മുന്നിൽ നിന്ന് നയിച്ചാൽ ഒരു വിജയത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന് അറിയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായും പലരും ചിന്തിക്കാൻ പോകുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഈ പറയുന്ന മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നിൽ നിന്ന് വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം മാത്രമല്ല, ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. ഇവിടെ ശശി തരൂരിനെയും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രമേശിനും ഉണ്ട് ആഗ്രഹം. അതെ, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നവർ തമ്മിൽ കേരളം പിടിക്കാൻ മുന്നോട്ടിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് തെല്ലും ചെറുതായിരിക്കില്ല. കൃത്യമായ പദ്ധതികൾ, കൃത്യമായ നമ്മൾ പറഞ്ഞില്ലേ ഹർഷ, അതായത് AICC പറഞ്ഞു നിങ്ങൾ ആദ്യം ജയിക്കൂ, നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവർ 4 പേരെയും നമ്മൾ ഇറക്കുമ്പോൾ അത് മാത്രമല്ല ആ കമ്മിറ്റിക്കകത്തുള്ള മറ്റംഗങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. അതെ, തീർച്ചയായിട്ടും 10ഓളം ആളുകളാണ് നിലവിൽ ഈ ഒരു പ്രചാരണ സമിതിയിലുള്ളത്. പ്രചാരണ സമിതിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല, ശശി തരൂർ MP, ഷാഫി പറമ്പിൽ MP, ഹൈബി ഈഡൻ MP, റോജി M. ജോൺ MLA, CR മഹേഷ് MLA, മാത്യു കുഴൽനാടൻ MLA, രമ്യ ഹരിദാസ്, M. ലിജു, ദീപ്തി മേരി വർഗീസ്. നമ്മൾ ഈ പറഞ്ഞ ഇവർ 4 പേരുള്ളത് ബാക്കിയുള്ളവരെ ഒന്ന് പറഞ്ഞു അവരെ കുറിച്ച് നമുക്കൊരു ചെറിയ ലൈനെങ്കിലും പറഞ്ഞു. ഇത്രയും ആളുകളാണ് പ്രചാരണ സമിതിയിലുള്ളത്. റോജി എം. ജോൺ, മാത്യു കുഴൽനാടൻ, CR മഹേഷ്. മാത്യു കുഴൽനാടനെയും റോജി എം. ജോണിനെയും നമുക്കറിയാം എത്ര വൈബ്രന്റ് ആണെന്ന്. CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ CPIയുടെ സീറ്റ് ആയിരുന്നു, CPMന്റെ കോട്ടയാണ് കരുനാഗപ്പള്ളി, അവിടെയാണ് CR മഹേഷ് ജയിച്ചിരിക്കുന്നത്. CR മഹേഷ് വളരെ നല്ലൊരു നേതാവാണ്, വളരെ വ്യക്തിപരമായിട്ട് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒക്കെ അദ്ദേഹത്തെ അറിയാം, നല്ലൊരു നേതാവാണ്. പിന്നെ രമ്യ ഹരിദാസ് അതെ, മുൻ ആലത്തൂർ MLA ആണ്. അവരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ M. ലിജു KPCC ഭാരവാഹിയാണ്. M. ലിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ G. സുധാകരനെ പോലൊരു വലിയ നേതാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് M. ലിജു അമ്പലപ്പുഴ ജയിക്കാത്തത്. അല്ലെങ്കിൽ M. ലിജു കാലിബർ ഇല്ലാത്ത ആളെന്നൊന്നും ആരും പറയില്ല. ലിജു വളരെ സാത്വികനാണ്, വളരെ ഭംഗിയായി ഡിബേറ്റുകളിൽ പങ്കെടുത്ത് വളരെ മര്യാദയോടുകൂടി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. അതെ, അടുത്തത് ദീപ്തി മേരി വർഗീസ് ആണ്. ദീപ്തി മേരി വർഗീസിനെ പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിൽ ചർച്ചയായ ഒരു തീർച്ചയായിട്ടും ദീപ്തി മേരി വർഗീസും വളരെ കഴിവുള്ള ഒരു. അതെ, അതുപോലെ തന്നെ പ്രകടന പത്രികാ സമിതിയിലാണ് പിന്നീട് പറയുന്ന ബെന്നി ബെഹനാൻ MP-യും കൊടിക്കുന്നിൽ സുരേഷ് MP-യെയും അവര് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ AICC കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു ടീം എന്ന് പറയുന്നത് ഹർഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ CPM ഒരു കുഴപ്പമുണ്ട്. CPM വിചാരിക്കുന്ന അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, അവർക്ക് മാത്രമേ പ്ലാനിംഗ് ഉള്ളൂ, അവർക്ക് പരിഹസിക്കും. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, ഇതിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടീമിനെ കുറിച്ച് ഇനിയിപ്പോൾ നാളെ പ്രസംഗവേദിയിൽ CPIMന്റെ നേതാക്കൾ പരിഹസിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ആ പരിഹാസമൊക്കെ അങ്ങ് ഭരണത്ത് വെച്ചാൽ മതി. അതല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു മൂക്കത്ത് വിരൽ വയ്ക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് നമുക്ക് അപ്പോൾ കാണാൻ പറ്റും. തീർച്ചയായിട്ടും.